ആസന്നമായ കേരള നിയമസഭയിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ SDPI ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ നിലവിലുള്ള ഏതെങ്കിലും മുന്നണികളുമായോ പാർട്ടിയുമായോ ധാരണയോ മുന്നണി സംവിധാനമോ ഈ തെരഞ്ഞെടുപ്പിൽ SDPIക്കില്ല. പൂർണ്ണമായും ഒറ്റക്ക് മത്സരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിടാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. 110ഓളം സീറ്റുകളിൽ പ്രവർത്തകന്മാരുടെ അഭിപ്രായമറിയാനുള്ള പ്രക്രിയ പൂർത്തിയാക്കി നിയോജക മണ്ഡലം ജില്ലാ സംസ്ഥാന സമിതികൾ ചർച്ച ചെയ്ത് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച ലിസ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അതിൽ 33 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പറയുന്നത്. ബാക്കി മറ്റന്നാളെയാണ് ഞങ്ങളത് പ്രസിദ്ധപ്പെടുത്തുന്നത്. ഇപ്പൊ 33 എണ്ണം 100 സീറ്റിൽ മത്സരിക്കും. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് മണ്ഡലത്തിൽ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് CA സവാദ് മത്സരിക്കും. കണ്ണൂർ ജില്ലയിൽ കല്ലാശ്ശേരിയിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൽ ജബ്ബാർ മത്സരിക്കും. തലശ്ശേരിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം AC ജലാലുദ്ദീൻ, മട്ടന്നൂരിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ബഷീർ പുന്നാട്, ഇരിക്കൂരിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MJ മാത്യു എന്നിവരും മത്സരിക്കും. മലപ്പുറം ജില്ലയിൽ മലപ്പുറം അസംബ്ലി മണ്ഡലത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റും അവിടുത്തെ ബാർ കൗൺസിൽ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തുടി പാർട്ടിക്ക് വേണ്ടി മത്സരരംഗത്തുണ്ടാവും. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് SDPI പിന്തുണക്കുന്നത്. ചരിത്രകാരനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുൻ ചരിത്ര വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ KKN കുറുപ്പ് അവറുകളാണ് SDPI പിന്തുണക്കുന്നത്. SDPI സ്വതന്ത്രനായി അദ്ദേഹം വള്ളിക്കുന്ന് മണ്ഡലത്തിൽ മത്സരിക്കും. കോട്ടക്കൽ അസംബ്ലി മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് മജീദ് മാറാക്കര മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം മത്സരിക്കും. മങ്കടയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ CH അഷ്റഫ് മത്സരരംഗത്തുണ്ടാവും. പൊന്നാനിയിൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അൻവർ പഴഞ്ഞിയാണ് മത്സരിക്കുന്നത്. കൊണ്ടോട്ടിയിൽ അബ്ദുൽ ഖാദർ എന്ന ബിച്ചാവ അവിടുത്തെ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് മത്സരരംഗത്തുണ്ടാവുക. പാലക്കാട് പട്ടാമ്പിയിൽ സംസ്ഥാന സമിതി അംഗം SP അമീർ അലിയും, തിർത്താലയിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഷഹീർ ബാബുവും, നെന്മാറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അൻവർ സാദിഖും, മണ്ണാർക്കാട് വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് അഷിത നജീബും മത്സരിക്കും. തൃശൂർ ജില്ലയിൽ ഗുരുവായൂരിൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് നാസർ പാനൂർ, ചേലക്കരയിൽ PR വിനോദ് കുമാർ, മണലൂരിൽ ദിലീഫ് അബ്ദുൽ ഖാദർ, കയ്പമംഗലത്ത് റിയാസ് ഏർവാടി ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് തൃശൂർ ജില്ലയിൽ ഇപ്പോൾ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്നത്. എറണാകുളത്ത് കൊച്ചിയിൽ SDTU എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മട്ടാഞ്ചേരി, തൃക്കാക്കരയിൽ അലോഷ്യസ് കൊല്ലന്നൂർ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമാണ്. പറവൂരിൽ സംസ്ഥാന സമിതി അംഗം VM ഫൈസൽ, മൂവാറ്റുപുഴയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ, പിറവം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം ബാബു വെങ്ങൂർ എന്നിവരാണ്. ഇടുക്കി തൊടുപുഴയിൽ ജില്ലാ സെക്രട്ടറി അഫ്സൽ MB മത്സരിക്കും. കോട്ടയത്ത് സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടഞ്ചിറ, ചെങ്ങന്നൂരിൽ അൽത്താഫ് ഹസൻ എന്നിവരും മത്സരിക്കും. ചങ്ങനാശ്ശേരി
കൊല്ലത്ത് ചടയമംഗലത്ത് ഷറാഫത്ത് മല്ലം കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റാണ്, അദ്ദേഹമാണ് മത്സരിക്കുക. തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ പാർട്ടി ഇപ്പോൾ പുതുതായി രൂപീകരിച്ച നാഷണൽ യങ് ഡെമോക്രാറ്റ്സിന്റെ ദേശീയ ഓർഗനൈസർ ജയരാജ് എം മത്സരിക്കും. നെടുമങ്ങാടിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് സിയാദ് കണ്ടല മത്സരിക്കും. ഇങ്ങനെ 33 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. ബാക്കി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബാക്കി സ്ഥാനാർത്ഥിയുടെ പട്ടിക കൂടി പ്രസിദ്ധീകരിക്കും. അതെ അതെ അതെ. STPയുടെ പിന്തുണയോടുകൂടി സ്വന്തം സ്ഥാനാർത്ഥി അദ്ദേഹം മത്സരിക്കും. സ്വന്തം സ്ഥാനാർത്ഥിയാണ്, പക്ഷെ STPയുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. മഞ്ചേശ്വരത്ത് മത്സരിക്കാനാണ് തീരുമാനം. അതിന്റെ പിന്നീട് പറയും സ്ഥാനാർത്ഥി. അതെ, കുറച്ച് മണ്ഡലം കൂടെ ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഇതില് പട്ടികയിൽ വന്നിട്ടില്ല. കോഴിക്കോട് ജില്ലയിലെ കുറച്ച് മണ്ഡലം കൂടി പറയാനുണ്ട്. അത് മറ്റന്നാൾ പറയും. അമ്പലപ്പുഴ സ്ഥാനാർത്ഥിയുണ്ട്, പക്ഷെ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഇല്ല, സ്വതന്ത്ര അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ ഇല്ലല്ലോ. അത് ഇല്ല, അദ്ദേഹത്തെ പിന്തുണക്കുന്നില്ല. ആ സ്ഥാനത്ത് ഉണ്ടാവും. നമ്മളിപ്പോഴേ അവിടെ അല്ല, അമ്പലപ്പുഴ ഞങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. 6 പഞ്ചായത്ത് മെമ്പർമാര് വിജയിച്ച ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. അവിടെയൊക്കെ സ്ഥാനാർത്ഥികളുണ്ടാവും. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളെയും സ്ഥാനാർത്ഥികളും ഞങ്ങൾക്ക് ബന്ധം ഉണ്ടാവുമല്ലോ. പൊതുപ്രവർത്തനല്ലേ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പരസ്പര സഹകരണമൊക്കെ വേണ്ടിവരും. പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡി മെമ്പർമാരുള്ള ജില്ലയാണ് ആലപ്പുഴ. അപ്പൊ അവിടുത്തെ MLA-മാരുമായിട്ടൊക്കെ പാർട്ടിക്ക് നല്ല ബന്ധം ഉണ്ടാകണം നിർബന്ധമായും. കാരണം ഈ പഞ്ചായത്ത് വാർഡുകളിലൊക്കെ നല്ല വികസനം നടക്കണമെങ്കിൽ MLA-മാരുടെ പ്രാദേശിക വികസന ഫണ്ടുകൾ ലഭ്യമാകേണ്ടതുണ്ട്. അപ്പൊ അവരുമായിട്ട് നല്ല റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ നിർബന്ധമായും. ഇല്ല, ഞങ്ങൾ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നു. കാരണം പാർട്ടിയുടെ ഒരു വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നിരന്തരമായി ഇങ്ങനെ മറ്റു മുന്നണികൾക്ക് നമ്മൾ മത്സരിക്കാതെ വോട്ട് കൊടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു രീതി ശരിയല്ല. അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് വിശ്വാസം. പിന്നെ ഏതെങ്കിലും മുന്നണിയുടെ ഘടകകക്ഷിയായി മാറണം. അങ്ങനെ മാറുന്ന ഘട്ടത്തിൽ നമുക്ക് അതൊക്കെ ആലോചിക്കാം. പക്ഷെ അങ്ങനെ ഇപ്പൊ ആയിട്ടില്ലല്ലോ. ഇപ്പോ തമിഴ്നാട്ടില് നമ്മള് DMK മുന്നണിയിലുണ്ട്, അവിടെ നമ്മൾ മത്സരിക്കുന്നുണ്ട്. അവിടെ DMKയില് ആ മുന്നണിയില് CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, SDPയും ഉണ്ട്. അവിടെ നമ്മൾ മത്സരിക്കുന്നുണ്ട്. അത് മുന്നണിയുടെ ഭാഗമാണ്. എല്ലാരും ആ മുന്നണിയിൽ ഒന്നിച്ചൊന്ന് മത്സരിക്കുന്നുണ്ട്. എന്ന പോലെ ഇവിടെയും മുന്നണി സമുദായത്തിലേക്ക് വരുമ്പോൾ ആ മുന്നണി ഭാഗമായി മത്സരിക്കും. കഴിഞ്ഞ 47 സീറ്റിൽ മത്സരിച്ചു. അതില് നമുക്ക് നിലമ്പൂര് നല്ല വോട്ട് കിട്ടിയതാണ്, വേങ്ങര വോട്ട് കിട്ടിയതാണ്. വേങ്ങര നമ്മള് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നമ്മൾ മത്സരിപ്പിച്ചത്. 13,000-ഓളം വോട്ട് കിട്ടിയിരുന്നു. അതെ അതെ, അതിപ്പോ അദ്ദേഹം സ്വതന്ത്രനായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ആളുകളെയും പിന്തുണ വാങ്ങാലോ, അതിന് തടസ്സമില്ലല്ലോ. നമ്മുടെ STPയുടെ പാർട്ടിക്കാരനായിട്ടല്ല അദ്ദേഹം മത്സരിച്ചത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നമ്മൾ പിന്തുണച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം വേറെ LDF മുന്നണിയുടെ പിന്തുണ നേടുന്നുണ്ട്. അത്